ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്രേക്കപ്പിന് ശേഷവും അവന് നിങ്ങളോട് പ്രണയമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം. എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ, ചിലപ്പോൾ തേർഡ് പേഴ്സൺ ആവാം, അല്ലെങ്കിൽ പാരൻസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എടുത്തൊരു ഡിസിഷൻ ആവാം. അതിൻ്റെ പേരിലൊക്കെ പല ആളുകളും ബ്രേക്കപ്പ് പറഞ്ഞിട്ടൊക്കെ പോവും. പക്ഷെ പോയി കഴിഞ്ഞാലും പിന്നീട് ഇവർക്ക് വീണ്ടും ഒന്നിക്കണം എന്നൊക്കെ തോന്നുന്ന പല ആളുകളും ഉണ്ട്. അവനിപ്പോഴും ഫീലിങ്സ് ഉണ്ട്, അവനിപ്പോഴും പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടുപോയിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ലൈക്ക്, കമൻറ്റ്, മെസ്സേജ്, ആ ഒരു കണക്ഷൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈനാണ്. ഇനി രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ പ്രണയത്തിലായിരുന്ന സമയത്ത് നിങ്ങൾ ചില പ്രത്യേക ജെസ്റ്റേഴ്സ്, പ്രത്യേക എക്സ്പ്രഷൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള ജെസ്റ്റേഴ്സ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഒക്കെ ചിലപ്പോൾ പല കാര്യങ്ങളും, പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നും ഷോ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഫുഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാണെങ്കിൽ, ആ ഫുഡ് അല്ലെങ്കിൽ ആ ഒരു സ്വീറ്റ് അല്ലെങ്കിൽ ആ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഡയറി മിൽക്ക്, കിക്കാറ്റ്, ഇങ്ങനെ എന്തെങ്കിലും ആവട്ടെ, അത് നിങ്ങൾക്ക് ആഫ്റ്റർ ബ്രേക്കപ്പിന് ശേഷവും ഇടയ്ക്കൊക്കെ ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ടെങ്കിൽ, സോ ആ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളോട് ആ ഒരു പ്രണയമുണ്ട്, അത് അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കപ്പ് ഒക്കെ പറഞ്ഞു എങ്കിൽ കൂടി ആ വ്യക്തി മൂവ് ഓൺ ചെയ്യാൻ പൂർണ്ണമായിട്ടും തയ്യാറല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സൈൻ പറയാം. അഥവാ ആ വ്യക്തി വേറെ റിലേഷൻഷിപ്പിലോട്ടൊന്നും പോവാതിരിക്കുക, വേറെ ആളുകളെയൊന്നും സൈറ്റ് അടിക്കാതിരിക്കുക, അങ്ങനെ എപ്പോഴും സ്റ്റിൽ സിംഗിളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അതും ഒരു സൈൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കോമൺ സുഹൃത്തുക്കളോടൊക്കെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, നിങ്ങളെക്കുറിച്ച് ചോദിക്കുക, അഥവാ ഡെയിലി കോണ്ടാക്റ്റ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, അത്തരത്തിലൊരു ബ്രേക്കപ്പാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഡെയിലി കാണാൻ പറ്റുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും നിങ്ങളെ കാണാനും വേണ്ടിയിട്ട് ധാരാളം എക്സ്ക്യൂസസുകൾ കണ്ടെത്തി, റീസൺസ് ഉണ്ടാക്കി നിങ്ങളെ വന്ന് കാണുകയും മീറ്റ് ചെയ്യുകയും നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഇപ്പോഴും ആ ഒരു പ്രണയം ഉള്ളിലുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത്, ഇപ്പം നിങ്ങൾ മറ്റൊരു വ്യക്തിയുമായിട്ട് ഡേറ്റിംഗ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുകയോ നോക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ജലസ് വരുന്നുണ്ടെങ്കിൽ, അസൂയ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, സോ ആ വ്യക്തിക്ക് ഒരു ചെറിയ രീതിയിലുള്ള അസൂയുണ്ട്, നിങ്ങൾ വേറെ ആരെയെങ്കിലും നോക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. സോ ആ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോഴും പ്രണയമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ആഫ്റ്റർ ബ്രേക്കപ്പിന് ശേഷവും അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്മൾ പ്രിയപ്പെട്ടവരോട് മാത്രം ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് വീണ്ടും പങ്കുവെക്കുന്നുണ്ട്, ഒരു റെഗുലർ കോണ്ടാക്റ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴും ഇഷ്ടമുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം 5-6 സൈൻസ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ സൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോഴും ഫീലിങ്സ് ഉണ്ട്, ഇഷ്ടമുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം. വീണ്ടും അത് പാച്ചപ്പ് ആവാനും അടിപൊളി ഒരു റിലേഷൻഷിപ്പിലോട്ട് കിടക്കാനും സാധ്യതയുണ്ട്. ഇനി ഇതൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് വീണ്ടും റീകണക്റ്റ് ആവണം, വീണ്ടും പഴയ ഒരു ലൈഫ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പെഷ്യൽ കോച്ചിങ് ഉണ്ട്. എക്സ് ബാക്ക് സീക്രട്സുകളാണ് ആ ഒരു കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലവ് മാസ്റ്ററി എന്നാണ് അതിൻ്റെ പേര്. 21 ദിവസത്തെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ആണ്. അതിലോട്ട് വരികയും അത് പഠിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഡേ ബൈ ഡേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് റീകണക്റ്റ് ആവാനും പുതിയൊരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കംപ്ലീറ്റ്ലി ലോ ഓഫ് അട്രാക്ഷൻ ബേസ്ഡ് ആണ്, അതുകൂടി മനസ്സിലാക്കുക. അപ്പോൾ അതിൽ വിശ്വാസമുള്ള ആളുകൾ ആണ് ഇതിലോട്ട് എൻക്വയറി ചെയ്യേണ്ടത്, നിങ്ങൾ അതിലോട്ട് ജോയിൻ ചെയ്യേണ്ടത്. നിങ്ങളത് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സുമായിട്ട് വീണ്ടും ഒരു പുതിയ ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആവശ്യമാണെങ്കിൽ മാത്രം ചില ആളുകൾ അത് വിട്ടേച്ച് മൂവ് ഓൺ ആയിട്ടുണ്ടാവും.
അങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് വരണ്ട എന്നുകൂടി പറയുകയാണ്. നിങ്ങൾക്ക് ആ വ്യക്തി ഉണ്ടായേ പറ്റൂ, ആ വ്യക്തി ഇല്ലാതെ എൻ്റെ ലൈഫിൽ ഹാപ്പിനെസ് ഇല്ല, അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണെങ്കിൽ മാത്രമാണ് ഞാൻ ഇതിലോട്ട് വരാൻ പറഞ്ഞത്. അല്ലാത്ത സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്തുകൊണ്ട് പുതിയ ലൈഫുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.